കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ അപ്പോൾ ഈ രണ്ടാം സർഗത്തിൽ സൗന്ദര്യകാണ്ഡ രണ്ടാം സർഗത്തിൽ രാവണൻ സീതയുടെ അടുത്ത് വന്നിട്ട് രാവണൊന്നും കൊള്ളാത്തവനാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു 8 ശ്ലോകമാണ് നമ്മൾ നമ്മൾ 29 വരെയുള്ളത് 8 ശ്ലോകം. അതിലത്തെ അർത്ഥത്തിന് നമുക്ക് ദ്വയാർത്ഥമായിട്ട് പോസിറ്റീവായിട്ടുള്ള ഒരർത്ഥമായിട്ട് എടുക്കാം എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ അല്ലേ. ശരിക്കും രാമൻ എത്ര ദിവസമായി ഇതുവരെ വന്നില്ലല്ലോ, ഇനി കൊണ്ടുവന്നില്ല, അതുകൊണ്ട് എന്നെ പുരുഷാർത്ഥമനാണ്, നിന്നിൽ വിമുഖനാണ് എന്നൊക്കെ പറഞ്ഞല്ലോ. അതിന് നമ്മൾ ദ്വയാർത്ഥം വേറൊരർത്ഥം പറയാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു ശരിയാണ്. രാമൻ പരമാത്മാവാണ്, രാമന് സീതയിൽ ആസക്തിയൊന്നുമില്ല. കാരണം പരമാത്മാവിന് അങ്ങനെ പരമാത്മാവ് അദ്വൈതല്ലേ. അപ്പോൾ അതായത് ഭഗവാനല്ലാണ്ട് ഒന്നുമില്ല, ഭഗവാന്റെ ഉള്ളിൽ നിന്ന് ഭഗവാന്റെ ശക്തിയാണല്ലോ മായ. അപ്പോൾ അതിനോടൊരു ആസക്തിയൊന്നുമില്ല. മാത്രമല്ല കാട്ടിലൊക്കെ തപസ് ചെയ്യുന്നവർക്ക് മാത്രമേ കാണാൻ കഴിയുള്ളൂ, വേറെ ആർക്കും കഴിയില്ല. പിന്നെ എന്താണ്, രാമനെ എൻ്റെ നിൻ്റെ എന്നുള്ള അഭിമാനമൊന്നുമില്ല. അതൊക്കെ ശരിയാണ് അല്ലേ. അപ്പോൾ രാമൻ്റെ പ്രസാദത്തിന് വേണ്ടിയിട്ടാണ് ശരിക്കും പറയാച്ചാൽ അങ്ങനെയുള്ള ആ പരമാത്മാവായിട്ടുള്ള രാമനിൽ എനിക്കും രാമനെ പ്രാപിക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ നിന്നെ ഭജിക്കണമെന്ന് പറയുകയാണ്. മായയാണല്ലോ, മായയ്ക്ക് അതീതമായിട്ട് പോകണ്ടേ. ശരിക്കും വളരെ നല്ലതാണ് ഇതിൻ്റെ ആ മറ്റേ ദ്വയാർത്ഥം എടുക്കുമ്പോഴേ. അതായത് മായയ്ക്ക് അതീതമായിട്ട് പോണച്ചാൽ മായയുടെ സഹായത്തോടു കൂടി മായയ്ക്ക് അതീതമായിപ്പോയി ഭഗവാനെ പ്രാപിക്കണം. അപ്പം രാവണൻ പറയുകയാണ് എനിക്കും ആ പരമാത്മാവിനെ പ്രാപിക്കാൻ തന്നെയാണ് ഭഗവാന്റെ യോഗമായി ആയിട്ടുള്ള നിന്നെ ഞാൻ ഭജിക്കണമെന്ന് പറയുക. അപ്പം നീ എന്നെ സ്നേഹിച്ച് അനുഗ്രഹിച്ചാൽ എനിക്കും രാമനെ കിട്ടും. അങ്ങനെ ആ അർത്ഥം എടുക്കാം. വളരെ എന്ത് രസമായി ആലോചിക്കുമ്പോൾ അല്ലേ. ആ 2 തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കാം. ഇനി നമുക്ക് 30ാമത്തെ ശ്ലോകത്തേക്ക് കടക്കാം. ദേവഗന്ധർവനാഗാനാം യക്ഷകിന്നരയോഷിതാം ഭവിഷ്യസി നിയോക്ത്രീത്വം യതി മാം പ്രതിപദ്യസേ. ത്വം മാം പ്രതിപദ്യസേ യതി, നീ എന്നെ പ്രാപിക്കുന്നുവെങ്കിൽ. ദേവഗന്ധർവനാഗാനാം, ഗന്ധർവന്മാര് നാഗങ്ങൾ ഇവരുടെയും യക്ഷകിന്നരയോഷിത, കിന്നരന്മാരുടെ സ്ത്രീകളുടെയും നിയോക്ത്രീ ഭവിഷ്യസി, സ്വാമിനിയായി ഭവിക്കും. എന്താ പറഞ്ഞറിയോ, എന്നെ സ്വീകരിച്ചോളൂ സീതേ. എന്താച്ചാൽ നീ എന്നെ സ്വീകരിച്ചാൽ ഗന്ധർവന്മാര് നാഗങ്ങൾ, അവരുടെ മാത്രമല്ല കിന്നരന്മാര്, അവരുടെ കിന്നര സ്ത്രീകൾ, ഇവരുടെ ഈ പറഞ്ഞവരുടെ ഒക്കെ സ്വാമിനിയായിട്ട്, അതായത് ഇവരുടെ മുഴുവൻ നാഥയായിട്ട് വാഴാം. ഇപ്പം എന്താ ഈ കാട്ടിൽ എത്ര കൊല്ലം വേണം ഇങ്ങനെ ഫലമൂലാദികളും ഭക്ഷിച്ച് ഈ ശ്രീരാമൻ്റെ കൂടെ നടക്കണേക്കാളുമൊക്കെ എത്രയോ സുഖമായിട്ട് നീ എന്നെ സ്വീകരിച്ചാൽ ഇവിടെ നിനക്ക് ഇവരുടെ മുഴുവൻ നാഥയായിട്ട് വാഴാൻ പറ്റുമ്പടെ. അതുകൊണ്ട് എന്നെ സ്വീകരിക്കൂ പറയുകയാണേ. ദേവഗന്ധർവനാഗാനാം യക്ഷകിന്നരയോഷിതാം ഭവിഷ്യസി നിയോക്ത്രീത്വം യതി മാം പ്രതിപദ്യസേ. 31. രാവണസ്യ വച ശ്രുത്വാ സീതാമർഷസമന്വിത ഉവാചാധോമുഖി ഭൂത്വാ വിധായ തൃണമന്തരേ. ദേഷ്യം വന്നു അതൊക്കെ കേട്ടപ്പോൾ സീതയ്ക്ക് അത്ഭുതമില്ലല്ലോ. രാവണസ്യ വചഃ ശ്രുത്വ, രാവണൻ്റെ വാക്കുകൾ കേട്ടിട്ട് അമർഷസമന്വിത സീത പറഞ്ഞാൽ അങ്ങേറ്റം ദേഷ്യം വന്നിട്ട് സീത അധോമുഖി ഭൂത്വ, മുഖം ഒന്ന് ഉയർത്തി നോക്കും കൂടിയും ചെയ്യാതെ മുഖം താഴ്ത്തിക്കൊണ്ട് തന്നെ ഇരുന്നിട്ട്, മുഖം ഉയർത്തി ആ മുഖം ഒന്ന് രാവണനെ കാണാനും കൂടി സമ്മതിച്ചില്ല തൻ്റെ മുഖം. അങ്ങനെ താഴത്തേക്ക് നോക്കിയിട്ട് ഇരുന്നിട്ട് അന്തരേ തൃണം വിധായ, ഒരു പുൽക്കൊടി അടുത്ത് ഉള്ളൊരു പുൽക്കൊടിയെ വെച്ചിട്ട് ഉവാച പറഞ്ഞു.
മധ്യത്തിൽ ഒരു പുൽക്കൊടിയെ വെച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു എന്ന്. എന്താണ്, സീതയ്ക്ക് അത്ര ദേഷ്യം വന്നു. അപ്പോൾ അത് കാണിക്കാനായിട്ട് രാവണൻ പറഞ്ഞത് കേട്ടിട്ട് അങ്ങേയറ്റം ദേഷ്യം വന്നിട്ട് സീത താഴത്തേക്കന്നെ നോക്കിയിട്ട് അധോമുഖിയായിട്ട് തന്നെ തൻ്റെയും രാവണൻ്റെയും നടുക്ക് ഒരു പുൽക്കൊടി ഇട്ടു. ഒരു പുല്ല് പൊട്ടിച്ചിട്ടേ അതങ്ങ് ഇട്ടു. അത് പുല്ല് അവിടെ നിൽക്കണ അടുത്ത് നിൽക്കണ ഒരു പുല്ല് പൊട്ടിച്ച് തൻ്റെയും രാവണൻ്റെയും ഇടയ്ക്ക് അതിട്ടു. അതെന്താ വെച്ചാൽ അതിന് ഒരു ഇത് പറയേണ്ട ഒരു വ്യാഖ്യാനത്തിൽ എന്താ അറിയോ, ഈ പതിവ്രതകളായിട്ടുള്ള സ്ത്രീകൾക്ക് അന്യപുരുഷന്മാരായിട്ട് സംഭാഷണം ചെയ്യുന്നത് ഉചിതമല്ല. അല്ലെങ്കിൽ പതിവ്രതയായിട്ട് സ്ത്രീകൾ അന്യപുരുഷന്മാരായിട്ട് ഒരു ബന്ധമില്ലാത്ത, ഇപ്പോൾ സഹോദരനും അച്ഛനൊക്കെ ആവാം, അല്ലാത്ത ഒരു ബന്ധമില്ലാത്ത അന്യപുരുഷന്മാരായിട്ട് സംഭാഷണം ചെയ്യണത് ഉചിതമല്ല എന്നതിനാലാണത്രേ സീത ആ പുല്ലിനെ ഒടിച്ച് ഇവരുടെ ഇടയ്ക്ക് വെച്ചതേ, പുല്ലിനെ നടുക്കിൽ വെച്ചത്. വേറൊരു കാര്യമുണ്ട്, നീ എനിക്ക് തൃണപ്രായാണ് എന്ന് രാവണനെ ധരിപ്പിക്കാനും ആവാം. അതുമാണ്, നിന്നെ എനിക്ക് പുല്ലാണെന്ന്. അതായത് എൻ്റെ രാമനുള്ളിടത്തോളം കാലം നീ എനിക്ക് പുല്ലാണ്, എനിക്ക് നീ ആരുമല്ല എന്ന് കാണിക്കാനും. എൻ്റെ പ്രാണനെ ഞാൻ വേണമെങ്കിൽ ത്യജിക്കാൻ തയ്യാറാണ്, നിനക്ക് കീഴടങ്ങണതിന് പകരം ഞാൻ എൻ്റെ പ്രാണനെ പുല്ല് പോലെ ത്യജിക്കും. രാവണൻ നീ എനിക്ക് തൃണപ്രായാണ് എന്ന് മാത്രമല്ല, എൻ്റെ ജീവൻ തന്നെ എനിക്ക് പുല്ല് പോലെ ത്യജിക്കാൻ പറ്റും, നിന്നോട് കീഴടങ്ങളയിലും ഭേദം അതാണ്. എന്നാലും ഞാൻ നിന്നെ സ്വീകരിക്കാൻ പോണില്ല. ഈ പുല്ലിന് തുല്യനായ നിന്നെ എനിക്ക് എന്തിനു വേണം? നീ പുല്ലിന് തുല്യാണ്, അതുകൊണ്ട് ഞാൻ ഭയപ്പെടുന്നു നിന്നെന്നൊന്നും നീ വിചാരിക്കണ്ട എന്ന് രാവണനെ മനസ്സിലാക്കാനും കൂടിയാണ് ഇങ്ങനെ പുല്ലിട്ടത്. പലതരത്തിൽ അതിനെ കാണാമെന്ന് പറയുന്നുണ്ട്. എന്താ വെച്ചാൽ, ഒന്ന് പതിവ്രതകളായൊക്കെ പരപുരുഷനായിട്ട് പിന്നെ എന്താണ് സംഭാഷണം ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു മീഡിയം വേണം, അതിനൊരു പുല്ലിട്ടു. പിന്നെ രാവണനെ പുല്ലായിട്ട് കരുതുന്നു എന്ന് പറയാൻ, അവനവൻ്റെ ജീവനെ വേണമെങ്കിൽ പുല്ലുപോലെ കരുതി കളയും, എന്നാലും ഞാൻ നിന്നെ സ്വീകരിക്കില്ല. ഇങ്ങനെയുള്ള അതുകൊണ്ട് എന്നെ പേടിപ്പിക്കൊന്നും വേണ്ട എന്ന് പറയാനാണ്. അതായത് ഞാൻ ഇപ്പം നിൻ്റെ മുമ്പിൽ വെച്ചിട്ടുള്ള ഈ പുല്ലുണ്ടല്ലോ, ആ പുൽക്കൊടിയെ ഒന്ന് ചലിപ്പിക്കാനുള്ള ശക്തിയും കൂടി നിനക്കില്ല. പിന്നെയാണോ എൻ്റെ മനസ്സിനെ ഇളക്കാൻ നീ ഇപ്പോൾ വന്നെണ്ണ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇങ്ങനെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഞാൻ വായിച്ചു. അപ്പോൾ പലതരത്തിൽ ഇതിനെ പറയാം. അങ്ങനെ എന്തായാലും പുൽക്കൊടി ഇട്ടു. എന്നിട്ട് പറഞ്ഞു, ഇനി പറയണതാണ് ഈ 32 തൊട്ട്. അപ്പോൾ നമുക്ക് 31 ഒന്നും കൂടി വായിച്ച് പുൽക്കൊടി ഇട്ടത് വായിച്ചിട്ട് പോവാം. രാവണസ്യ വച ശ്രുത്വാ സീതാമർഷ സമന്വിത ഉവാചാധോമുഖി ഭൂത്വാ വിധായ തൃണമന്തരേ. അധോമുഖി മുഖം കൂടി കാണാൻ കൊടുത്തില്ല. ഇനി 5 ശ്ലോകം ഒന്നിച്ചാണ് കേട്ടോ. രാഘവാദ് വിഭ്യതാ നൂനം ഭിക്ഷുരൂപം ത്വയാ ധൃതം രഹിതേ രാഘവാഭ്യാം ത്വം ഗുനീവ ഹവിരധ്വരേ ഹൃതവാനസി മാം നീച തൽഫലം പ്രാപ്സ്യസേ ചിരാത് യദാ രാമ ശരാഘാത വിദാരിതവപുർഭവാൻ ജ്ഞാസ്യസേ മാനുഷം രാമം ഗമിഷ്യസി യമാന്തികം സമുദ്രം ശോഷയിത്വാ വാ ശരൈർബദ്ധ്വാഥവാരിധിം ഹന്തും ത്വാം സമരേ രാമോ ലക്ഷ്മണേന സമന്വിതഃ ആഗമിഷ്യത്യസന്ദേഹോ ദ്രക്ഷ്യസേ രാക്ഷസാധമാ ത്വാം സപുത്രം സഹബലം ഹത്വാ നേഷ്യതി മാം പുരം. എന്താ പറയണത്? സീത ദേഷ്യപ്പെട്ട് പുല്ല് വെച്ച് പറയണ, രാഘവാദ് ബിഭ്യതാ ത്വയാ, രാഘവനെ പേടിച്ചെന്ന രാഘവനിൽ നിന്ന് ബിഭ്യതാ ത്വയ ഭയപ്പെട്ടിരിക്കുന്ന നിന്നാൽ ഭിക്ഷുരൂപം ധൃതം നൂനം, നീയൊരു ഭിക്ഷു സന്യാസിയായി വന്നിട്ടല്ലേ ധരിച്ച് എന്നെ? നീ നേരിട്ട് ശ്രീരാമനോട് വരാൻ വയ്യായിട്ടല്ലേ ഒരു സന്യാസിയുടെ രൂപം ധരിച്ചത്? നിശ്ചയം രാമനെ പേടിച്ചിട്ടാന്ന് ഉറപ്പാണ്. രാഘവാഭ്യാം രഹിതേ, രാഘവന്മാരാൽ രഹിതരായിരിക്കുമ്പോൾ, എന്നിട്ട് അവർ, അതായത് ശ്രീരാമനും ലക്ഷ്മണനും ഇല്ലാത്തപ്പോൾ, അധ്വരേ ഹവിഹി
ശുനി ഇവ. അതായത് ഈ യാഗത്തിൻ്റെ സമയത്ത് ഹവിസിനെ, അല്ലെങ്കിൽ നെയ്യെന്ന് വയ്ക്കാം, നെയ്യാണല്ലോ നമ്മൾ എന്താ പറയുക ഹോമിക്കുക. യാഗത്തിൻ്റെ സമയത്ത് പട്ടി വന്ന് ആരും കാണാതെ പട്ടി വന്ന് നെയ്യ് കക്കുന്ന പോലെ ആണ് എന്നെ നീ കട്ടതെന്ന് പറയാണ്. ആരും കാണാതെ വന്ന് നായ വന്ന് ഈ യാഗത്തിൻ്റെ സമയത്ത് എവിടെയെങ്കിലും സൈഡിൽ വെച്ച നെയ്യ് നക്കി തിന്നണ പോലെ നീച ത്വം മാം ഹൃതവാൻ അസി. നാണമില്ലാതെ നീ എന്നെ കട്ടുകൊണ്ടുവന്നു, നീചനായിട്ടുള്ള നീയ്. രാമ രാഘാതവിദാരിത വപുഹു യഥാ ഭവാൻ ഭവതി. രാമൻ്റെ ശരം നിന്റെ ദേഹത്തിനെ എപ്പോൾ പിളർക്കുന്നുവോ അചിരാൽ കാലതാമസം കൂടാതെ തൽഫലം പ്രാപ്സ്യസേ. നിന്റെ ദേഹം എപ്പോഴാണ് രാമൻ്റെ ശരം കൊണ്ട് പിളർക്കപ്പെടുന്നത്, അത് കാലതാമസം കൂടാതെ തൽഫലം പ്രാപ്സ്യസേ, അതിൻ്റെ ഫലം നീ പ്രാപിക്കും. തീർച്ചയായിട്ടും നീനൊക്കെ അങ്ങനെ ചെയ്തതിൻ്റെ ഫലം അനുഭവിക്കണം. രാമം മാനുഷം ജ്ഞാസ്യസേ. രാമനെ നീ മനുഷ്യനാണെന്നാണ് വിചാരിക്കണത് അല്ലേ. യമാന്തികം ഗമിഷ്യതി. അതായത് കാലൻ്റെ ലോകത്തിലേക്ക് നീ പോവും. സമുദ്രം ശോഷയിത്വാവ. സമുദ്രത്തെ വറ്റിപ്പിച്ചിട്ടോ, ശോഷിപ്പിക്കവന വെള്ളം വറ്റിച്ചിട്ടേ. ശരൈഹി വാരിധിം ബദ്ധ്വാവ. രാമൻ്റെ ശരങ്ങൾ കൊണ്ട് ഈ സമുദ്രത്തിനെ ബന്ധിച്ചിട്ടോ. ലക്ഷ്മണേന സമന്വിത രാമ. ലക്ഷ്മണനോട് കൂടിയിട്ടുള്ള രാമൻ സമരേ ത്വാം ഹന്തും. യുദ്ധത്തിൽ നിന്നെ കൊല്ലാനായിക്കൊണ്ട് ആഗമിഷതി. കണ്ടോളൂ, വരും. അസന്ദേഹം, എനിക്ക് സംശയമേ ഇല്ല. രാക്ഷസാധമ ത്വം ദ്രക്ഷ്യസേ. രാക്ഷസന്മാരിൽ അധമനായിട്ടുള്ള ഹേ രാവണ, നീ ദർശിക്കും. ത്വാം സപുത്രം സഹബലം ഹത്വ. നിന്നെയും പുത്രന്മാരെയും ഒക്കെ, പുത്രന്മാരോടുകൂടി നിന്നെ നിഗ്രഹിച്ചിട്ട് മാം പുരം നേഷ്യതി. എന്നെ രാജധാനിയിലേക്ക് കൊണ്ടുപോകും എന്ന് പറഞ്ഞു. അത്ര ദേഷ്യം വന്നിട്ട് പറഞ്ഞു, രാമനെ പേടിച്ചിട്ടല്ലേ നീ അന്ന് സന്യാസി വേഷം ധരിച്ച് വന്നത്? ആശ്രമത്തിൽ രാമൻ ലക്ഷ്മണന്മാരും ഇല്ലാതിരിക്കുന്ന സമയത്ത് യാഗശാലയിൽ വെച്ചിരിക്കണ ആ നെയ്യ് ഒരു പട്ടി വന്ന് അപഹരിക്കുന്ന പോലെയല്ലേ നീചനായിട്ടുള്ള നെയ്യ് അന്ന് എന്നെ വന്ന് കട്ടുകൊണ്ടുപോകുന്നത്? അതിൻ്റെ ഫലം ഒട്ടും താമസിക്കാത്ത നീ അനുഭവിക്കും. രാമൻ്റെ ശരം കൊണ്ട് നിൻ്റെ ശരീരം ഉടനെ പിളർക്കപ്പെടും. കണ്ടോളൂ. നീ രാമനെ ഒരു മനുഷ്യനായിട്ടാണ് വിചാരിക്കണം അല്ലേ. നിന്നെ കാലപുരത്തിലേക്ക് അയക്കാൻ വന്ന മനുഷ്യനാണെന്ന് നീ മനസ്സിലാക്കിക്കോളൂ. സമുദ്രത്തൊക്കെ വേണമെങ്കിൽ അവനവൻ്റെ ആഗ്രഹപ്രകാരം വറ്റിക്കാൻ പോലും സാധിക്കും. അപ്പോൾ സമുദ്രത്തിനെ വറ്റിച്ചിട്ടോ രാമശരം കൊണ്ട് ബന്ധിച്ചിട്ടോ സേതുബന്ധനം ചെയ്തിട്ടോ ഈ ലങ്കയിൽ ലക്ഷ്മണനോടുകൂടി രാമൻ നിന്നെ കൊല്ലാനായിട്ട് വരും. നിന്നെയും നിൻ്റെ പുത്രന്മാരെയും മുഴുവൻ നിഗ്രഹിച്ച് സൈന്യങ്ങളെയും എല്ലാം നിഗ്രഹിച്ചതിന് ശേഷം എന്നെ അയോധ്യയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും എന്ന് പറഞ്ഞു. രാഘവാത് ബിഭ്യതാ നൂനം ഭിക്ഷുരൂപം ത്വയാ ധൃതം രഹിതേ രാഘവാഭ്യാം ത്വം ശുനീവ ഹവിരധ്വരേ. ശുനി പറഞ്ഞ പട്ടിയറി, പട്ടി നെയ്യ് കക്കണ പോലെയെന്ന്. ഹൃതവാനസി മാം നീച തൽഫലം പ്രാപ്സ്യസേ അചിരാത്. അതിൻ്റെ ഫലം നീയെ കാലതാമസമല്ലേ അത് അനുഭവിക്കും. യഥാ രാമശരാഘാത വിദാരിത വപുർഭവാൻ. നിന്റെ ശരീരം രാമശരത്താൽ പിളർക്കപ്പെടും. ജ്ഞാസ്യസേ മാനുഷം രാമം. നീ രാമൻ മാനുഷനാണെന്ന് വിചാരിക്കുന്നു അല്ലേ. ഗമീഷ്യതി യമാന്തികം. നിന്നിൽ യമലോകത്തിലേക്ക് അയക്കും. സമുദ്രം ശോഷയിത്വാ. സമുദ്രം വറ്റിച്ചിട്ടോ വാ ശരേർ ബദ്ധ്വാഥ വാരിധിം. ശരം കൊണ്ട് വാരിധിയെ ബന്ധിച്ചിട്ടോ വരും. ഹന്തും ത്വാം സമരേ രാമോ ലക്ഷ്മണേന സമന്വിത. യുദ്ധത്തിൽ നിന്നെ തോൽപ്പിക്കും. ആഗമിഷ്യത്യ സന്ദേഹോ ലക്ഷ്യസേ രാക്ഷസാധമാ. കണ്ടോളൂ, എനിക്കതിൽ സംശയമില്ല. അസന്ദേഹം എന്ന് പറഞ്ഞു അല്ലേ, സന്ദേഹമേ ഇല്ല. ത്വാം സപുത്രം സഹബലം ഹത്വാ. പുത്രന്മാരോടും സൈന്യങ്ങളോടും കൂടി നിന്നെ നിഗ്രഹിച്ച് നേഷ്യതി മാം പുരം. എന്നെ തിരിച്ച് രാജസ്ഥാനിലേക്ക് കൊണ്ടുപോകും. ഇനി
എന്താണ് 36 ഒരു വരി 37. ശ്രുത്വാ രക്ഷപതി ക്രുദ്ധോ ജാനക്യാഹ പുരുഷാക്ഷരം വാക്യം ക്രോധസമാവിഷ്ട ഖൽഗമുദ്യമ്യ സത്വരഃ ഹന്തും ജനകരാജസ്യ തനയാം താമ്രലോചന. ജാനക്യാഹ പരുഷാക്ഷരം വാക്യം ശ്രുത്വ, ജാനകിയുടെ ഈ കഠിനമായിട്ടുള്ള വാക്കുകളെ കേട്ടിട്ട് ക്രുദ്ധഃ രക്ഷപതി, ആ ക്രുദ്ധനായിട്ടുള്ള രാക്ഷസാധിപൻ, ക്രോധസമാവിഷ്ട താമ്രലോചന, ദേഷ്യം കൊണ്ട് ചുവന്ന കണ്ണുകളോട് ആയവനും, ഖൽഗമുദ്യമ്യ ആയിട്ടുള്ള ആ രാവണൻ ദേഷ്യം കൊണ്ട് കണ്ണ് ചുമന്നിട്ടേ വാളുയർത്തിയിട്ട് ജനകരാജസ്യ തനയാം ഹന്തും സത്വരഃ, ജനകരാജൻ്റെ പുത്രിയെ കൊല്ലാനായിട്ട് മുമ്പോട്ട് ആഞ്ഞു എന്നാണ് പറഞ്ഞതിൽ. ഈ സീതാദേവി പറഞ്ഞിട്ടുള്ള പരുഷമായിട്ടുള്ള വാക്കുകൾ കേട്ടിട്ട് രാക്ഷസാധിപനായിട്ടുള്ള രാവണൻ അങ്ങേയറ്റം ദേഷ്യം വന്നിട്ട് കണ്ണൊക്കെ കലങ്ങി മറിഞ്ഞ് ചുമന്ന് കണ്ണ് കലങ്ങി ക്രോധത്തിൻ്റെ അങ്ങേയറ്റം ക്രോധം കൊണ്ട് കണ്ണ് കാണാത്തവനായിട്ട് വാളെടുത്ത് കയ്യിൽ പിടിച്ചിട്ട് സീതയെ വെട്ടുവാനായിട്ട് അങ്ങോട്ട് മുതിർന്നു, അല്ലെങ്കിൽ അതിന് വാള് ഓങ്ങി ഇങ്ങോട്ട് വന്നു എന്നാണ് ഇതിൽ പറഞ്ഞത്. ശ്രുത്വാ രക്ഷപതി ക്രുദ്ധോ ജാനക്യാഹ പരുഷാക്ഷരം, പരുഷമായ വാക്കുകളെ, വാക്യം ക്രോധസമാവിഷ്ട ഖൽഗമുദ്യമ്യ സത്വര ഹന്തും ജനകരാജസ്യ തനയാം, സീതയെ കൊല്ലാനേ താമ്രലോചന, ചുമന്ന കണ്ണുകളോട് കൂടിയിട്ട്. അപ്പം എന്താ, മണ്ഡോദരീ നിവാര്യാഹ പതിം പതിഹിതേരത ത്യജൈനാം മാനുഷിം ദീനാം ദുഃഖിതാം കൃപണാം കൃശാം. പതിഹിതേരത മണ്ഡോദരി, പതിയുടെ ഹിതത്തിൽ വളരെയധികം താല്പര്യമുള്ള മണ്ഡോദരി, നല്ല സ്നേഹമുണ്ട്, ആത്മാർത്ഥമായിട്ട് സ്നേഹമുണ്ട് മണ്ഡോദരിക്ക് രാവണനോടെ. തൻ്റെ ഭർത്താവല്ലേ, ഭർത്താവിൻ്റെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന മണ്ഡോദരി, പതിഹിതം അതാണ്, പതിക്ക് നന്മ മാത്രം ആഗ്രഹിക്കുന്ന ആ മണ്ഡോദരി നിവാര്യ ആഹ, അരുതെന്ന് പറഞ്ഞ് അത് തടുത്തിട്ട് പറഞ്ഞു, നിവാരണം ചെയ്ത് പറഞ്ഞു പറഞ്ഞാൽ തടുത്തുകൊണ്ട് പറഞ്ഞു. ദുഃഖിതാം കൃശാം ദീനാം ഏനാം മാനുഷീം ത്യജ, വളരെ ദുഃഖിച്ചവളും മെലിഞ്ഞിരിക്കുന്നവളും ദീനയുമായ ഈ മാനുഷിയെ ത്യജിച്ചാലും വേണ്ട, ഈ സ്ത്രീ ഉപേക്ഷിച്ചോളൂ, മനസ്സുകൊണ്ട് തന്നെ ഉപേക്ഷിക്കൂ. ഭർത്താവിൻ്റെ നന്മയിൽ മാത്രം ആഗ്രഹമുള്ള ആ മണ്ഡോദരിക്ക് നല്ല സ്നേഹമുണ്ട്, രാവണനെ തടുത്തുകൊണ്ട് പറഞ്ഞു, പാവം ദീനയും ദുഃഖിച്ച് ചടച്ചിരിക്കണ ഈ മാനുഷ സ്ത്രീയെ മനസ്സുകൊണ്ട് ഉപേക്ഷിച്ചോളൂ രാവണ എന്ന് പറഞ്ഞു. മണ്ഡോദരി നിവാര്യാഹ പതിം പതിഹിതേരത ത്യജൈനാം മാനുഷിം ദീനാം ദുഃഖിതാം കൃപണാം കൃശാം. 39. ദേവഗന്ധർവനാഗാനാം ബഹ്വസന്ധിവരാംഗനാഃ ത്വാമേവ വരയന്ത്യുച്ചൈർ മദമത്തവിലോചനാഃ. ദേവഗന്ധർവനാഗാനാം, ദേവഗന്ധർവനാഗങ്ങളുടെ ബഹ്വഹ വരാംഗന, അനേകം നല്ല സ്ത്രീകൾ സന്ധി ഉണ്ട്. അതായത് ദേവസ്ത്രീകളും ഗന്ധർവ സ്ത്രീകളും നാഗസ്ത്രീകളൊക്കെ ഇഷ്ടംപോലെ നല്ല ഭംഗിയുള്ള സ്ത്രീകളുണ്ട്. മതമത്ത വിലോചഹ നാഹ, മതത്താൽ ചലിക്കുന്ന കണ്ണുകളോടുകൂടിയ ആ സ്ത്രീകൾ, വളരെ മാദകം ഭംഗിയുള്ള ആ സ്ത്രീകൾ ത്വാം ഉച്ചൈഹി വരയന്തി, അങ്ങയെ തന്നെ അങ്ങയെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കാൻ റെഡിയായിരിക്കുന്നുണ്ട്. ഈ മാനുഷ സ്ത്രീ വിട്ടോളൂ. എന്താ കാരണം വെച്ചാൽ ദേവന്മാരെ, ഗന്ധർവന്മാരെ, നാഗങ്ങൾ, ഇവരുടെയൊക്കെ അനേകം സ്ത്രീകൾ ഇവിടെ ഉണ്ടല്ലോ. അവരൊക്കെ നല്ല മാദക രസം തുളുമ്പുന്ന സ്ത്രീകളാണ്. അങ്ങനെ മാദകരസം തുളുമ്പുന്ന നേത്രങ്ങളോടുകൂടി അവർ അങ്ങേ വളരെ സന്തോഷത്തോടുകൂടി വരിച്ചു. അത്രയും നല്ല ഭംഗിയുള്ള സ്ത്രീകളൊക്കെ ഇവിടെ ഉണ്ടല്ലോ, അവരൊക്കെ അങ്ങേ വരിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള സ്ത്രീകളൊക്കെ ഉള്ള അവസ്ഥയ്ക്ക് ഈ ദുഃഖിതയും ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്ന ഈ സ്ത്രീയെ വിട്ടോളൂ എന്ന് പറയണം. ദേവഗന്ധർവനാഗാനാം ബഹ്വസന്ധിവരാംഗനാഃ ത്വാമേവ വരയന്ത്യുച്ചൈർ
മദമത്ത വിലോചനാഹ. ആലോചിച്ച് നോക്കൂ, അന്നത്തെ ഒരു എന്താണ്, മണ്ഡോദരി ശരിക്ക് വിവാഹം കഴിച്ച ഭാര്യയാണ് കേട്ടോ, പത്നിയാണ്. എന്നിട്ട് നോക്കൂ, ഈ രാവണൻ്റെ ഈ കാമപരവേശം അല്ലെങ്കിൽ അങ്ങേയറ്റം കാമാർത്ഥനായിട്ടുള്ള ഈ രാവണനെ ദേഷ്യപ്പെടണമൊന്നുമില്ല. സീത ഉപേക്ഷിച്ചോളൂ, വേറെ സ്ത്രീകൾ ധാരാളം ഉണ്ടല്ലോ എന്നാണ് പറയണതേ. അപ്പോൾ എത്ര ഒരു മണ്ഡോദരിയുടെ ഒരു വെറുതെ അല്ല പഞ്ചകന്യകയിൽ മണ്ഡോദരിയെ പെടുത്തിയതേ. കാരണം അത്ര വലിയ മനസ്സാണ്. ഭർത്താവിനെ വേറെ സ്ത്രീകളുടെ കൂടെ ഒന്നും അയക്കാൻ അത് പറഞ്ഞു കൊടുക്കും കൂടിയും ചെയ്യണ്ട, സീതയെ വിട്ടോളൂ എന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. അത്ഭുതമാവും. പിന്നെ ഇനി 40. തതോബ്രവീദ് ദശഗ്രീവോ രാക്ഷസീർ വികൃതാനനാഹ യഥാ മേ വശഗാ സീത ഭവിഷ്യതി സകാമന തഥാ യതധ്വം ത്വരിതം തർജനാദരണാദിഭിഃ. അത് കേട്ടപ്പോൾ വലിയ ഇഷ്ടമാണ് പിന്നെ എന്താണ് മണ്ഡോദരി. അപ്പോൾ തതഃ ദശഗ്രീവഃ, അതിനുശേഷം രാവണൻ വികൃതാനനാഹ രാക്ഷസീഹി അബ്രവീത്, ഭയങ്കര രൂപികളായിട്ടുള്ള വികൃതമായിട്ടുള്ള മുഖങ്ങളോട് കൂടിയിട്ടുള്ള രാക്ഷസികളാണ് സീതയുടെ 4 പുറം ഇരിക്കണതേ, സീതയെ രക്ഷിച്ചിരിക്കണത് അവിടെ. അപ്പം അങ്ങനെ വികൃത മുഖങ്ങളോട് കൂടിയ കണ്ടാൽ പേടിയും അങ്ങനത്തെ രാക്ഷസികളോട് പിന്നെ എന്താണ് രാവണൻ പറഞ്ഞു, സീത സകാമന യഥാമേവ ശഗ ഭവിഷ്യതി. സീത കാമത്തോടുകൂടി ഏത് വിധം എന്നിൽ ഭ്രമിക്കുന്നുവോ അല്ലെങ്കിൽ എൻ്റെ അധീനത്തിൽ ആയി വരണം സീത, വളരെ കാമത്തോടു കൂടി, അതായത് എന്നെ സ്വീകരിക്കാൻ തയ്യാറാവണമെന്ന് ചുരുക്കം. തർജനാദരണാദിഭിഹി, തർജനം ആദരണം മുതലായ കൊണ്ട് ത്വരിതം ഒന്നുകിൽ പേടിപ്പിക്കുക അല്ലെങ്കിൽ സ്നേഹത്തോടു കൂടി സംസാരിക്കുക, എങ്ങനെയെങ്കിലും സീതയെ എൻ്റെ വശത്ത് വരുത്തൂ എന്നവരോട് പറയുകയാണ്. യതധ്വം, വേഗം അതിനുവേണ്ടി നിങ്ങളെ എന്താച്ചാ ചെയ്യാൻ പറഞ്ഞു അവരോട്. അപ്പോൾ ഇങ്ങനെ മണ്ഡോദരി തടഞ്ഞപ്പോൾ രാവണൻ വാളോങ്ങിയത് തിരിച്ച് കുറേ തന്നെ ഇട്ടു, കൊല്ലണ്ടാന്ന് തീർച്ചയാക്കി. എന്നിട്ട് ആ വിരൂപ മുഖങ്ങളോട് കൂടിയിട്ടുള്ള വികൃതമായിട്ടുള്ള മുഖങ്ങളോട് കൂടിയിട്ടുള്ള രാക്ഷസികളോട് ചുറ്റുമിരിക്കുന്നുണ്ടല്ലോ, ആ രാക്ഷസികളോട് പറഞ്ഞു, ഏത് വിധമായാലാണ് സീത എന്നിൽ താല്പര്യത്തോടു കൂടിയിട്ട് എൻ്റെ വശത്താവുക, എങ്ങനെയായാലാണ് സീതയെ എൻ്റെ വശത്ത് വരുത്താൻ പറ്റുക, അല്ലെങ്കിൽ ഏത് വിധമായാണ് സീതയിലെ എന്നിൽ താല്പര്യത്തോടു കൂടിയിട്ട് സ്നേഹത്തോടു കൂടി കാമത്തോടു കൂടി എൻ്റെ വശത്ത് വരുത്താൻ പറ്റുക, എൻ്റെ അധീനത്തിൽ വരുത്താൻ പറ്റുക, ആ വിധമൊക്കെ നിങ്ങൾ ഒന്നുകിൽ ഭയപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ സ്നേഹപൂർവ്വം ആദരപൂർവ്വം പെരുമാറിയിട്ട് എങ്ങനെയായാലും വേണ്ടില്ല, ഫലം സീതയെ വശത്ത് വരുത്തണം എന്നുള്ളതാണ്. പല വിധത്തിലും നിങ്ങൾ അതിനു വേണ്ടി നിങ്ങൾ ശ്രമിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയെങ്കിലും അവളുടെ മനസ്സ് മാറ്റിയിട്ട് എൻ്റെ വശത്താക്കൂ, നിങ്ങൾ അതിനു വേണ്ടി അങ്ങേയറ്റം ശ്രമിച്ചു എന്ന് ഈ പിന്നെ ഇവരോട് പറഞ്ഞു. ആരോട്? ഈ രാക്ഷസികളോട്. അത് കഴിഞ്ഞ് നമുക്കിവിടെ നിർത്താം. തതോബ്രവീദ് ദശഗ്രീവോ രാക്ഷസീർ വികൃതാനനാഹ യഥാ മേ വശഗാ സീതാ ഭവിഷ്യതി സകാമന തഥാ യതധ്വം ത്വരിതം തർജനാദരണാദിഭി. തർജനം ഭയപ്പെടുത്തിയിട്ടോ സ്നേഹപൂർവ്വം പെരുമാറിയിട്ടോ ആദരപൂർവ്വം പെരുമാറിയിട്ടോ എങ്ങനെയെങ്കിലും നിങ്ങൾ വശത്ത് വരുത്തിൻ എന്ന് പറഞ്ഞ് നമുക്ക് നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. ഗുരുവായൂരപ്പ ശരണം.